ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോണ വചനം വെളിപ്പാട് 18:18. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്നു അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ടു. മഹാനഗരത്തോടു തുല്യമായ നഗരം ഏത് എന്നു നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. കടലിൽ ജോലി ചെയ്യുന്നവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയാ. കടലിൽ വാണിഭ വ്യവസായം ചെയ്യുന്നവർ, ഹല്ലേലൂയാ, ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ കപ്പലുകാർ, അയ്യോ കഷ്ടം വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയാ. ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേ വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. ഇന്ന് ഓമോസ് കടലിടുക്കിൽ നടക്കണ കാര്യങ്ങൾ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. ഇത് ജ്ഞാനമുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. ഇന്ന് പലരും വെളിപ്പാട് ബുക്ക് വായിക്കാൻ മടി കാണിക്കുകയാണ്. അവർക്ക് ഭയം തോന്നുകയാണ്. ഹല്ലേലൂയാ. എന്തിന് ഭയക്കണം? ഭയപ്പെടേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ദൈവമക്കളെ. ഹല്ലേലൂയാ. ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് വെളിപ്പാട് ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നൂറ്റാണ്ടുക്ക് മുമ്പിൽ വേദത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവം ഓരോന്നായി നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയാ, സ്തോത്രം. ഹൃദയം തുറക്കണം. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണുമെന്ന് കർത്താവിൻ്റെ വേദം പറയുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഇല്ലാണ്ട് ഒരു മനുഷ്യനിക്ക് ദൈവത്തെ കാണുവാൻ കഴിയില്ല ദൈവമക്കളെ. ഹല്ലേലൂയാ, സ്തോത്രം. കർത്താവിനെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയാ. കാര്യസാഹത്തിന് വന്നിരുന്നും കൊണ്ട് കർത്താവേ എനിക്കത് വേണം, കർത്താവേ ഇത് വേണം, എൻ്റെ മക്കളെ പഠിപ്പിച്ച് വിദേശത്തേക്ക് വിടണം, പണം ഉണ്ടാക്കണം, വീടുണ്ടാക്കണം, ബംഗ്ലാവ് കെട്ടണം, കാറ് വാങ്ങണം, ബാങ്ക് ബാലൻസ് ഇടണം, തോട്ടം വാങ്ങണം, തൊടി വാങ്ങണം, റബ്ബർ തൊടി വാങ്ങണം, ആ തൊടി വാങ്ങണം, ഈ തൊടി വാങ്ങണം, കർത്താവേ എനിക്ക് താന്ന് കണ്ണുനീരോടെ ഇന്ന് പലരും മുട്ടുമേലെ നിന്ന് നിലവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം എൻ്റെ രാജ്യം എൻ്റെ നീതി നിങ്ങൾ അന്വേഷിപ്പേൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്നു. കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് അറിയണമെങ്കിൽ ഫുൾ ബൈബിൾ പഠിച്ചിരിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചിരിക്കണം. അപ്പോഴേ കർത്താവിൻ്റെ നീതി എന്താണ്, കർത്താവിൻ്റെ രാജ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയാ, സ്തോത്രം. കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ട് ഞാൻ എല്ലാം പഠിച്ചു, എനിക്ക് എല്ലാം അറിയുമ്പോൾ നടന്നിട്ട് കാര്യമില്ല. മനസ്സിരുത്തി നമ്മൾ കർത്താവിൻ്റെ വേദം ഹൃദയത്തിൽ ധ്യാനിച്ച് പഠിക്കണം. അതാണ് സങ്കീർത്തനത്തിൽ 1 പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വേദം രാവും പകലും വായിച്ച് ഹൃദയത്തിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. ഹല്ലേലൂയാ. ഹൃദയത്തിലെ കർത്താവിൻ്റെ വേദം ധ്യാനിക്കണം. ഇന്ന് ഓമോസ് കടലിടുക്കിൽ നടക്കണ കാര്യങ്ങൾ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം ചരക്ക് കൊണ്ടുപോകണു, എന്തെല്ലാം ചരക്ക് കൊണ്ടുവരണു എന്നുള്ള ആ ചരക്കുകളുടെ പേരടക്കം എഴുതി വെച്ചിട്ടുണ്ട് ദൈവം. ഹല്ലേലൂയാ. ആട്, മാട്, കന്നുകാലികൾ, മാവ്, എണ്ണ, മനുഷ്യദേഹം, മനുഷ്യ രക്തം, പ്രാണൻ, എന്തൊക്കെ പട്ടു തുണി, എല്ലാം സകലതും എന്തൊക്കെയാ കടന്നു പോണു, എന്തൊക്കെയാ കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അമേരിക്ക ലോക രാജ്യത്തിൽ വലുതായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ആ രാജ്യം എല്ലാ രാജ്യങ്ങളുടെ അടുത്തും
ചരക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചരക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ചരക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അമേരിക്ക ഇടിഞ്ഞു വീഴും, യൂറോപ്യൻ യൂണിയൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഒരു രാജ്യം വീഴുമ്പോൾ ഒരു രാജ്യം എഴുന്നേറ്റ് വരും. രാജാക്കന്മാരെ തള്ളി രാജാക്കന്മാരെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ദൈവമക്കളെ. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. ഇനി ലോകത്ത് അധികം സമയമില്ല. പൗൽ അപ്പോസ്തലൻ പറഞ്ഞു 2000 വർഷത്തിന് മുന്നിലേ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമായിരിക്കുന്നു, അന്തിക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ ലോകത്ത് വ്യാപരിച്ചും കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവടുത്തു. ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ് പറഞ്ഞിട്ട്, ഇത് അന്ത്യകാലമാണ് പറഞ്ഞിട്ട് പൗൽ അപ്പോസ്തലൻ പറഞ്ഞു. ആദ്യം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പോകും, ജീവനോടെ ഇരിക്കുന്ന നാമോ രൂപാന്തരപ്പെടുമെന്ന് പൗൽ അപ്പോസ്തലൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. പൗൽ അപ്പോസ്തലൻ പറഞ്ഞ് 2000 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് എന്ത് കാലമാണ്? അന്ത്യകാലത്തിൻ്റെ അവസാന നിമിഷമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് ബുക്ക് അവസാനത്തെ ബുക്കാണ്. ബൈബിളിലെ വെച്ചിട്ട് വെളിപ്പാട് ബുക്ക് ലാസ്റ്റ് ബുക്കാണ്. ഹല്ലേലൂയ. ആ ലാസ്റ്റ് ബുക്കിൽ വെളിപ്പാട് 18:18 പറഞ്ഞിരിക്കുന്നത് ദൈവം ഈ കപ്പലിനെ കുറിച്ചും ഈ ചരക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും കൊണ്ടുവരുന്നത് കുറിച്ചും അത് തടയപ്പെടുന്നതും അവർക്ക് ലാഭം കിട്ടാണ്ട് പോകുന്നതും അവർ കരയണതും ഒക്കെ എല്ലാം ദൈവം വെളിപ്പാടിൻ്റെ 18:18 എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി വെളിപ്പാട് ബുക്ക് എത്രയുണ്ട്? വെളിപ്പാട് ബുക്ക് 22 അധ്യായങ്ങളാണ്. 22 ബുക്കാണ്. ഹല്ലേലൂയ, അധ്യായങ്ങൾ. ആ 18 ദൈവം എഴുതിയിട്ടുണ്ട്. ഇനി എത്ര സമയമുണ്ട് ദൈവമക്കളെ ലോകത്ത്? കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ജൂതൻ അവൻ മൂന്നാമത്തെ ദേവാലയം കെട്ടുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങനെ മൂന്നാമത്തെ ദേവാലയം എത്രയും പെട്ടെന്ന് നമ്മൾ കെട്ടണം പറഞ്ഞ് അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ അവൻ തിടുക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദേവാലയം പണിയണം, അവിടെ എൻ്റെ മിശിഹ വരും, ഞങ്ങളെ രക്ഷിക്കും പറഞ്ഞിട്ട് ജൂതൻ മൂന്നാമത്തെ ദേവാലയം പണിയുവാൻ യുദ്ധം ചെയ്തും കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരമെന്ന ഈ ദേവാലയം ഇവിടെ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ ദേവാലയം വരില്ല. ഈ ശരീരമെന്ന ദേവാലയം എടുക്കപ്പെട്ട ശേഷമാണ് മൂന്നാമത്തെ ദേവാലയം വരുന്നത്. അതിൽ അന്തിക്രിസ്തു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തടുത്ത് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും തടസ്സമില്ല. അന്തിക്രിസ്തു വെളിപ്പെടും, മൂന്നാമത്തെ ദേവാലയം പണിയപ്പെടും, അവിടെ അന്തിക്രിസ്തു ഇരുന്ന് ലോകത്തെ ഭരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നിരിക്കുന്ന യുവാക്കളും യുവതികളും സിനിമ കണ്ടും പാട്ടും പാടിയും സ്റ്റൈലും കാണിച്ച് നടന്നിട്ട് കാര്യമില്ല. ദൈവത്തെ മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ച ദൈവം ആരാന്ന് മനസ്സിലാക്കണം. കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ യൗവനത്തിലെ നിൻ്റെ സിഷ്ടാവിനെ ഓർത്തുകൊള്ളുക, നിൻ്റെ നരയുള്ള കാലത്ത് നാം നിന്നെ താങ്ങി നടത്തുന്നു. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരു നാളും കൈവിടില്ല. ദൈവമക്കളെ, ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആമേൻ.